മട്ടന്നൂർ നൽകില്ല. മത്സരിക്കുന്നെങ്കിൽ ശൈലജ പേരാവൂരിൽ, സുധാകരനും സുരേഷ് കുറുപ്പുമില്ല. കണ്ണൂരിൽ നിന്നുള്ള പട്ടികയിൽ ഇടം കണ്ടെത്താതിരുന്ന കെ ശൈലജയെ മത്സരിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. എന്നാൽ നിലവിൽ കെ ശൈലജ പ്രതിനിധാനം ചെയ്യുന്ന മട്ടന്നൂർ സീറ്റ് അവർക്ക് നൽകില്ല. പകരം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ ശൈലജ മത്സരിക്കട്ടെ എന്നാണ് തീരുമാനം. ജില്ലകളിൽ നിന്നുള്ള പട്ടികയിൽ ചില തിരുത്തലുകളും സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മണ്ഡലം മാറുന്നതിനോട് ശൈലജ വിയോജിപ്പ് അറിയിച്ചെന്നാണ് സൂചന. ശൈലജയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിറങ്ങി പിടിച്ചെടുക്കേണ്ട മണ്ഡലമാണ് പേരാവൂർ എന്ന നിലപാട് മറ്റു ചില നേതാക്കൾ എടുത്തെന്നാണ് വിവരം. പാർട്ടിക്ക് വിജയം ഉറപ്പാണെന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ 2 ടീം വ്യവസ്ഥ നിർബന്ധമായി പാലിക്കും. 23 MLA-മാർക്കാണ് 2 ടീം വ്യവസ്ഥ ബാധകമാകുന്നത്. എന്നാൽ ജയിക്കാൻ ഇവരിൽ ആരെങ്കിലും വീണ്ടും മത്സരിക്കേണ്ടതുണ്ടെന്ന സാഹചര്യമുള്ള മണ്ഡലങ്ങളിൽ ടീം വ്യവസ്ഥയിൽ ഇളവ് നൽകും. ഇതനുസരിച്ചാണെങ്കിൽ തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറും മത്സരിക്കാനിടയില്ല. മുതിർന്ന നേതാവ് G സുധാകരനെ മത്സരിപ്പിക്കുന്നത് പരിഗണനയിലുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ലെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെയും പരിഗണിക്കുന്നില്ല. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയൻ മാത്രമാണ് മത്സര രംഗത്തുണ്ടാകുക. തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർ സംഘടനാ ചുമതലയിൽ നിന്ന് മാറും. മാർച്ച് 4-നകം ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കും. 5-ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ജില്ലാ മണ്ഡലം തലത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം മാർച്ച് 8-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകുമെന്നാണ് കരുതുന്നത്.